ഇവിടെ എവിടെയാണ് ഒരു പേരോ ഇവിടെ എത്രയാണാവോ? ആ ഏട്ടോ, ഇവിടെ എവിടെ ഒരു വീട് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ നിങ്ങൾ പറഞ്ഞ വീടാണെങ്കിൽ ആ വീടാണ്. ഈ വീടാണല്ലേ? ആ അത് കൊറേ പറയലോ തുടങ്ങിട്ട് കുറെ ആൾക്കാർ വന്നു നോക്കുന്നുണ്ട്. പോയി നല്ല വീടാണ്, നല്ല പുതിയതായി ഉണ്ടാക്കിയാണ്. എന്താ പറയണാവോ അല്ലേ? പറയണ എനിക്കറിയില്ല, നിങ്ങൾ നേരിട്ട് ചോദിച്ചു നോക്കി. നല്ല വീടാണ്, കുഴപ്പമില്ല, നല്ല വീടൊക്കെ തന്നെയാണ്. ആ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീടാണ്. ചെറിയ വലിയ വീടൊക്കെ തന്നെയാണ്. നിങ്ങൾ പോയി നോക്കി. പോയോട്ടോ. ആ ആയിക്കോട്ടെ, എന്നാ ശരി. ഈ വീടാണ് കൊടുക്കാനുള്ള വീട്? ഇതിന് ഓണറാണോ? ആ ഞാൻ തന്നെ ഇതിന്റെ ഓണറ്. ഞാൻ വേറെ ടീം വരാണ്ട് ഓല കാത്തിക്കുക വരാൻ കാണുന്ന പറഞ്ഞിട്ടേ. ഇത് എത്ര സെന്റ് സ്ഥലം ഉണ്ട്? എന്താ നിങ്ങൾ പറയണേ? ഇത് 5 സെന്റ് സ്ഥലമുണ്ട്. ഒരു 20 റുപ്യ കിട്ടണ നമ്മളെ കൈക്കൊക്കെ. അതിനപ്പോ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ടീം വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോട് 20 പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ പെരക്ക് ഒന്നും കിട്ടൂലത്. പെരക്ക് വില കാണൂല. സ്ഥലത്തിന് മാത്രം വില കാണും. ഇന്നിപ്പോ ഈ ഏരിയയിലിപ്പോ കണ്ടോ 2 ലക്ഷമല്ലേ കിട്ടുള്ളൂ. പെരക്ക് 2 ലക്ഷം കണക്കാക്കാം. പിന്നെ 5, 5, 2, 7 അങ്ങനെ 10, 12 ലക്ഷം ഇപ്പൊ മൊത്തത്തില് കണക്കാം എന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അതിനാണ് നമുക്ക് ആളുണ്ട്, ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ 12 ലക്ഷം റുപ്യ വില ഉണ്ടോ? ഇനി ഈ പെര കിട്ടൂല കേട്ടോ. എനിക്കൊരു 10 ലക്ഷം റുപ്യ സ്ഥലത്തിന് ആയിക്കണോ, ഒരു 10 പെരക്കും ആയിക്കണോ, ഏകദേശം അതിലേറെ ആയിട്ടുണ്ടാവും. എനിക്ക് ലാഭമൊന്നും വേണ്ട, ഇതിൽ കിട്ടിയ മുതലേ ആണ് പോരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കാൻ തന്നെ വെച്ചത്. ഇതിപ്പോ നിങ്ങളെ പറഞ്ഞത്ര സംഖ്യ ഒന്നും കിട്ടൂല. ഞാൻ നോക്കട്ടെ, ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ. നിങ്ങളേ 12, 15 നാളെ കൊണ്ടുവരണ്ട. ഈ 20 കണ്ടെന്നുണ്ടെങ്കിൽ ആളെ നിങ്ങൾ കൊടുന്നോളെ, അപ്പൊ നമുക്ക് നോക്കാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇതാണ് പറഞ്ഞ പെരയാണ്. നല്ല നല്ല പെരയാണ്. ഗ്യാസ് പഴക്കല്ല, ഇതേ പെരയാണ്. നോക്കട്ടെ അഴുക്കായി നോക്കട്ടെ. കുട്ടിയെ പന്തളിച്ച് കരിയാക്കിയാണ്. നല്ല പെരയാണത്. ഒരു ഫാമിലിക്ക് ആവശ്യം പറ്റിയ പെരയാണ്. പഴക്കല്ലേ, ഇപ്പൊ ഒട്ടുണ്ടാക്കി വരല്ലത്. പഴക്കൊന്നുമില്ല. ഇതിപ്പോ എന്ന് പറഞ്ഞാലേ പെരങ്ങൾ നോക്കണ്ട. ഇത് അടിപൊളി നല്ല ഉറപ്പുള്ള പെര, പുതിയ പെരയാണിത്. ഒന്നും പെയിന്റ് കൂട്ടപ്പനാക്കിയാല് അടിപൊളി പെരയാണ്. ഇത് ചെറിയൊരു ഫാമിലിക്ക് താമസം പറ്റിയ പെരയാണ്. ഇതൊരു 23 പറയണത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 22 ഞാൻ ഒപ്പിച്ച് തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു പെര ആവണം, എത്ര പൈസ ചെലവാക്കണം നമ്മള്? കല്ല്, മണ്ണ്, സിമന്റ്, പിന്നെ പണിക്കാരെ കൂലി. പണിക്കാർ എന്താണ് കൂലി? ഇതിപ്പോ പുറം മാത്രം ഈ തയ്ച്ചിട്ടാ മതി. ഉള്ളു റെഡിയാണ്. നിങ്ങൾക്ക് വന്നിട്ട് കടന്നിരിക്കുക, ഒന്നും ചെലവാക്കണ്ട. 21 പറയണത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 22 കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് ഒപ്പിച്ച് തരാം കേട്ടോ. 22 ഓവർ ഇല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഒരു വീടൊക്കെ ആണെങ്കിൽ എത്ര പൈസ നമ്മൾ ചെലവാക്കണം? ഇന്ന് എന്താ ആൾക്കാരെ കൂലി? ഏത് പണിക്കാരൻ വിളിക്കാൻ 1100, 1300 കൂലിയാണ് കൊടുക്കണം. എല്ലാവരും പണിക്കിന് പറ്റുള്ളൂ. അപ്പൊ നമ്മള് അതാ നോക്കിക്കളെ എങ്ങനെ ചാർജ് ചെയ്യാൻ ആലോചിച്ച് നോക്കി എന്നിട്ട് പറയും. നോക്കട്ടെ, വില കുറച്ച് കൂടുതൽ തന്നെയാണ്. നിങ്ങളൊന്നും പറയണ്ട, ഒക്കെ ഞാൻ സെറ്റ് ആക്കിണ്ട് കേട്ടോ. വേർത്താടൊന്നും പറയണ്ട, ഞാൻ വിളിച്ചോട്ടോ കേട്ടോ. ഹലോ, നമ്മളെ ആളെത്തിണ്ട്. നിങ്ങളെപ്പോഴെ ഒന്ന് പെട്ടെന്ന് വരി, തീരുമാനാക്കാം. ആൾ വരുന്നുണ്ട്. ഒരു 10-20 മിനിറ്റായി. ഞാനവിടെ താഴ്ത്തായിരുന്നേ. ആയിക്കോട്ടെ. ഇയാളാണ് വാങ്ങുന്ന ആള്? ഇയാളാണ് വാങ്ങുന്ന ആള്. എന്താ പേര്? ഒരു കാര്യങ്ങൾ പറയാ ഒക്കെ പറഞ്ഞോളൂ. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 19 പറഞ്ഞ് സെറ്റ് ആക്കിയോളൂ. 19 കൈക്ക് കൊടുക്കാം. 19, 20 നിങ്ങളോട് പറഞ്ഞതല്ലേ? 20 എനിക്ക് കൈക്ക് കിട്ടണോ? നമ്മൾ അതിനുണ്ടായി. ഇപ്പൊ നിങ്ങൾ പെരക്ക് വരാണ്ടോ? മറ്റേ 2 റുപ്യ 3 റുപ്യ കിട്ടുള്ളൂ പറഞ്ഞാണ് പോയതാളെ നിങ്ങള്. ഇതേ വെറുതെ ഉണ്ടാവില്ല ഒരു പെര. നിങ്ങള് 12 പറഞ്ഞാണ് പോയതാളെ. 12 ആളുണ്ട് പറയാണ്ട്. ഇപ്പൊ എന്താ 20 ആള്? ഇത് പെരക്കൊക്കെ വില ഉണ്ട്. ഇത് വെറുതെ ഒന്നും പെരയൊന്നും ആരും ഉണ്ടാക്കി തരൂല. പെര ഉണ്ടാവൂല. കല്ലും മണ്ണും സാധനം ഒക്കെ ഇറക്കിട്ട്. അല്ലാതെ നിങ്ങൾ ഈ വിൽക്കുമ്പോ എന്ത് ചെയ്യാ, ഒരു വിലയും വാങ്ങുന്നവർക്ക് വേറെ വിലയെ കയറാം. അത് പറ്റൂല. എല്ലാത്തിനും അതിൻ്റെതായ വില ഉണ്ട്. അയാള് വന്നോട്ടെ. നിങ്ങൾക്ക് ഇത് എത്ര? ഞമ്മക്ക് 20 കിട്ടണമെന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് 22 പറഞ്ഞേ. ഞാൻ ഇവിടെ പറഞ്ഞ തന്നെയാണ് 22 റുപ്യ. ആരോടെ? എന്നോട് 19 തരാനല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു മറന്നുപോയതാണ്. നിങ്ങൾ എന്നോട് 22. ഞാൻ 20 കൊടുക്കാൻ നിങ്ങളോട് പറഞ്ഞത്. 20 ഇപ്പൊ നിങ്ങൾ 19 പറഞ്ഞു. 22 അയാൾക്ക് കൊടുത്ത 3 ലക്ഷം. പിന്നെ ഇന്ത്യ കമ്മീഷനും കല്ല് വാങ്ങാൻ നിക്കണ്ട. നിങ്ങൾ കാര്യം ചെയ്യും, ഞങ്ങൾ പോയിക്കോളെ. ആ നല്ലേ. കാരണം ഈ ലാഭം എടുക്കണേന് ഒരു കണക്കുണ്ട്. ആ കണക്കിലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പത്തെ പോയാല് ഈ ഇടപാട് നടക്കണത് ഞങ്ങൾ തമ്മിൽ ഇടപാടായിക്കോളാം. അതിന് നടക്കണം. നിങ്ങൾക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലിന്റെ ഓരോ കിട്ടുക. കാരണം ഈ കോലത്തിൽ കാരണം ഇന്നോട് 19, അയാളുടെ 22. എന്താന്നില്ലേ, മറ്റേ പെരക്ക് വില ഇല്ല.
ഇതൊന്നും നടക്കൂല കേട്ടോ. കാരണം നിങ്ങളിപ്പോ വല്ല പോയിക്കോളൂ. ബ്രോക്കറായി കിട്ടും നമുക്ക് അറിയാം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. അത് നിങ്ങൾ 22 പറഞ്ഞോ, അതിനെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇയാളുടെ ശരിയല്ല, ഇയാൾ വേറൊന്നും അറിയും. നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾക്ക് അല്ല തല്ല് കിട്ടുപോട്ടത്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടോ? നിങ്ങൾക്ക് താല്പര്യം 20-നാണെങ്കിൽ നിങ്ങൾ വന്ന് എപ്പോഴാച്ചേക്ക് ബുക്കും പേപ്പറും ഇത് ഒക്കെ വാങ്ങിക്കോളേ. അല്ലാതെ രക്ഷയില്ല. പൈസ വെറുതെ കളയാൻ വേണ്ടി യാറെ ഇതിങ്ങനെ കൊള്ളലാഭം എടുക്കുക. അയാളൊക്കെ ഇപ്പൊ നിങ്ങളെ കൊടുന്നു തന്നതിനുള്ള കമ്മീഷൻ നമ്മൾ കൊടുക്കുക. അതൊരു മര്യാദ നമ്മൾ ചെയ്യേണ്ടതാണ്. മറ്റേ കൊള്ളലാഭം എടുക്കുക. എന്താ പരിപാടി? അത് നടക്കില്ല. നമ്മൾ അടുത്തപ്പോ പെരക്ക് വിലയില്ല, സാധനത്തിന് വിലയില്ല. ഇയാള് ഇപ്പൊ നിങ്ങൾക്ക് എത്ര പെരക്ക് എത്ര 10-15 പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വേണ്ട അടക്കട്ടെ. ഒരു സ്ഥലത്തിന് വില വേണുള്ളൂ. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവും ഉണ്ടെങ്കിൽ 20-ന് ഞാനിത് തരും. 20-നാണ് നമുക്ക് കൊടുക്കുക. മൂപ്പർക്കുള്ള ചായ പൈസ എന്താ ചെയ്യാ കൊടുക്കുക. കാരണം പരിചയപ്പെടുത്തിയല്ലോ ഇപ്പൊ നിങ്ങളെ. അതിന് 2 നില മൂപ്പർ നിന്നോണ്ടുള്ള ഇപ്പൊ ഇങ്ങനെ നടന്നത് കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾ കാര്യം ചെയ്ത് നാളെ എപ്പോഴെങ്കിലും വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് പേര് പിന്നെ നമുക്ക് ആധാരം ചെയ്താൽ കൊടുക്കാം. അത് നടക്കുള്ളൂ. തട്ടിപ്പിൽ പെടാതെ കഴിയണതും അതായത് ഒന്ന് അന്വേഷിക്കുക സംഗതി. നമുക്ക് അറിയില്ലല്ലോ, ഇയാളെ നമ്മൾ പരിചയപ്പെട്ടാണ്ട് വന്നല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇങ്ങനെയാണ് നമ്മള് കെണിയിൽ പെടല്. നമ്മൾ ഓരോരുത്തർ വിശ്വസിച്ചാണ്ടല്ലേ. അപ്പൊ അതന്നെ പറഞ്ഞത്. അപ്പൊ ഞാനും മൂപ്പരോട് അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആയിക്കോട്ടെ, നമുക്ക് എടുക്കാം. 20-ന് നമുക്ക് എടുക്കാം. ആയിക്കോട്ടെ, എന്നാ ഓക്കെ എന്നാലും കേട്ടോ.